ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാം. അതിനുവേണ്ടി നമ്മൾ അടി കട്ടിയുള്ള ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ചേനയും അതുപോലെ വെള്ളരിക്കയും ഇട്ട് കൊടുക്കാം. 300 ഗ്രാം ചേനയും 300 ഗ്രാം വെള്ളരിക്കയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിന് വേവ് അല്പം കൂടുതലാണ് ചേനയ്ക്കും വെള്ളരിക്കയ്ക്കും. അതുകൊണ്ടാണ് ആദ്യം ഇത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം ചേന ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 200 ഗ്രാം പടവലങ്ങ, 200 ഗ്രാം ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മുരിങ്ങക്കായ ചെറുതായി കട്ട് ചെയ്തത്, അതുപോലെ ഒരു 100-150 ഗ്രാം പയർ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കയ്പ്പയ്ക്കയുടെ പകുതി. ഇത്രയും പച്ചക്കറികളാണ് എടുത്തിട്ടുള്ളത്. ഇനി വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള പച്ചക്കറികൾ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഒരു 4 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കഷ്ണങ്ങൾ വേവിക്കാൻ വേണ്ടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു വലിയ നാളികേരത്തിൻ്റെ പകുതി ചെറിയതാണിത്. നമുക്കിത് ചതച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ആദ്യം ചേർത്ത് ഒരു 8 ചെറിയ ഉള്ളി, ഒരു 4 പച്ചമുളകും, ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് നമുക്കിത് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഇതെല്ലാം ചേർത്ത് ബാക്കിയുള്ള നാളികേരം കൂടി ചേർത്ത് നമുക്കിത് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പം നമ്മൾ 2 പ്രാവശ്യം നമ്മൾ തുറന്ന് നോക്കി കഷ്ണം ഒന്ന് ചെറുതായിട്ട് നമ്മൾ വെന്ത് ഉടയാത്ത രീതിയിൽ നമ്മൾ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഷ്ണം നമ്മൾ അത്യാവശ്യം കുഴഞ്ഞു പോകാത്ത രീതിയിൽ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ചതച്ച് വെച്ച നാളികേരത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുത്തു. ഇനി കഷ്ണങ്ങളിലെല്ലാം പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം പുളിച്ച തൈര് നമുക്കൊരു 200 ഗ്രാം ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിക്കാൻ പാടില്ല. അതുപോലെ തീരെ പുളി ഇല്ലാത്ത മോരും ചേർക്കരുത്. ഇതും കൂടി ചേർത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരിന് പകരം പച്ചമാങ്ങ ചേർത്ത് ഉണ്ടാക്കുന്നവരുണ്ട്. ഇനി നമുക്ക് ഇതിലല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുമ്പോൾ ഈ അവിയലിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മളിതിൽ ശർക്കര ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഇളക്കി വയ്ക്കാം. അവസാനം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇത് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചൂടോടെ നമ്മുടെ
അടിപൊളി അവിയൽ നമുക്ക് സെർവ് ചെയ്യാം. ഈ അവിയലിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞ മാതിരി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. വേറൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.